പെരുമ്പടവും ശ്രീധരൻ സാറെ, സ്നേഹബഹുമാനപ്പെട്ട വികാരിച്ച, വർത്തമാന പുസ്തകത്തെക്കുറിച്ചും തോമാക്കത്തനാരെക്കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ട് വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ 4 വ്യക്തികളെ സ്കൂളിനോടും തോമാക്കത്തനാരുടെ വീടിനോടും സാംസ്കാരിക ലോകത്തോടും ബന്ധപ്പെട്ട് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ സിംബോസിയത്തിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യപൂർവ്വം ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയ പരിമിതി നമ്മളുടെ ഈ സമ്മേളനത്തിനുണ്ട്. ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ ഏതാനും ചില ചിന്തകൾ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. അടച്ചു വെച്ചാലും വീണ്ടും വീണ്ടും തുറക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് വർത്തമാന പുസ്തകം. വീണ്ടും വായിക്കപ്പെടേണ്ടതിനായിട്ടാണ് ആ പുസ്തകം നമ്മളെല്ലാവരും വീണ്ടും തുറക്കുന്നത്. അതിൻ്റെ ഗ്രന്ഥകർത്താവ് വാസ്തവത്തിൽ മർത്യകുലത്തിൽ പിറന്ന ഒരു അതിമാനുഷ്യനാണ്. പറയമാങ്കൽ തോമാക്കത്തനാർ. മലയാള ഭാഷയിലെ ആദ്യത്തെ യാത്രാവിവരണമായ വർത്തമാന പുസ്തകത്തിന്റെ കർത്താവായ പറയമാക്കൽ ഗവർണറിനെ സവിശേഷമായ രീതിയിൽ നമ്മൾ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മണിക്കൂറുകളാണിത്. അദ്ദേഹത്തിന്റെ 280-ാം ജന്മവാർഷികം സുറിയാനി സഭയുടെ മക്കളും കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തോട് ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകൾ എന്ന നിലയ്ക്കും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നാം കരുതുകയാണ്. ഭാരത സുറിയാനി സഭയുടെ സംസ്കാരത്തിന്റെ വേദാന്തി എന്ന് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലേക്ക് നടത്തിയ അതിസാഹസികമായ ഒരു യാത്രയുടെ ഓർമ്മക്കുറിപ്പാണ് വർത്തമാന പുസ്തകം. പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ ദിനവൃത്താന്തം എന്നാണല്ലോ, ക്രോണിക്കിൾസ്. ഓരോ ദിവസത്തെയും ഓരോ ആഴ്ചയിലെയും കാര്യങ്ങളെല്ലാം എടുത്ത് പറയുന്നത് പോലെ അത്തരത്തിലുള്ള ക്രിയാറ്റിൽ മൽപ്പാനുമൊത്ത് റോമായിലേക്ക് പ്രത്യേകമായിട്ട് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു വിശദീകരണമാണ് വർത്തമാന പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. വർത്തമാന പുസ്തകത്തെക്കുറിച്ച് വിപുലമായ ഒരു അധ്യയനം ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആർക്കും കത്തനാരെ കൽത്തുറങ്കിൽ അടച്ച് നിശബ്ദനാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി വൈശിഷ്ട്യവും അദ്ദേഹത്തിന്റെ രചനാ വൈദഗ്ധ്യവുമെല്ലാം എത്ര പഠിച്ചാലും തീരാത്ത ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. രചനാ ലോകത്തിലെ തന്നെ ഒരു ധ്രുവ നക്ഷത്രമാണ് അദ്ദേഹം. നോർത്ത് സ്റ്റാർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഒരിക്കലും മാഞ്ഞു പോകാത്ത, ഒരിക്കലും ഇളക്കം തട്ടാത്ത ഏക നക്ഷത്രമാണല്ലോ നോർത്ത് സ്റ്റാർ. കത്തനാരുടെ കാഴ്ചപ്പാടുകൾ ഒരിക്കലും വിസ്മൃതിയിലാകാൻ നമ്മൾ ഇടയാക്കരുത്. എഴുത്തുകാർക്ക് പ്രാധാന്യം കിട്ടുമ്പോൾ മാത്രമേ സാംസ്കാരിക അഭിവൃദ്ധി സംജാതമാകൂ. നമ്മളുടെ മീറ്റിങ്ങുകളിലെല്ലാം തന്നെ പെരുമ്പടവും ശ്രീധരൻ സാറിനെ വിളിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. എഴുത്തുകാർക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് സാംസ്കാരിക അഭിവൃദ്ധി ഉണ്ടാകുന്നത്. വർത്തമാന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു തത്വവിചാരം, ചിത്രവും ചരിത്രവും മാറുന്നില്ല എന്നതാണ്. കത്തനാരെ കുറിച്ചുള്ള നമ്മുടെ ചിത്രവും
സഭയെക്കുറിച്ചുള്ള നമ്മുടെ ചരിത്ര ആഭിമുഖ്യങ്ങളും മാറുന്നില്ല, നോർത്ത് സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ്. വർത്തമാന പുസ്തകത്തിന് മലയാളി ബോധത്തിൽ ഒരു നവോത്ഥാനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. തെറ്റുകളില്ലാത്ത ഒരു സഞ്ചാര സാഹിത്യ ചരിത്രം എന്ന നിലയിൽ ചരിത്രത്തിലെ ഒരു ഗ്രാമർ പുസ്തകമായിട്ടും ഇതിനെ പരിഗണിക്കാം എന്നാണ് എന്റെ വിചാരം. തെറ്റായ നിരീക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും തെറ്റുകളാണ്, അല്ലെങ്കിൽ തെറ്റാണ്. ചരിത്ര വിവരണങ്ങൾ ശരിക്ക് തിരിച്ചറിഞ്ഞ ഒരു വിവേകി ആയിരുന്നു കത്തനാര്. കത്തനാർ പകർന്നു തന്ന ചരിത്രബോധവും സഭാബോധവും ദേശസ്നേഹവും വേണ്ട രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും അങ്ങിങ്ങായിട്ടെങ്കിലും നമ്മൾ അതിലേക്ക് തുറന്ന നോട്ടം നടത്താറുണ്ട്. ഭാരതത്തിന്റെ മുഖ്യധാര ചരിത്ര വഴികളിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും അപ്രത്യക്ഷനാകരുത് എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, എന്റെ സാക്ഷരത 100 പുസ്തകങ്ങൾ വായിക്കുന്നതിലല്ല, ഒരു പുസ്തകം 100 തവണ വായിക്കുന്നതിലാണ് എന്ന്. വർത്തമാന പുസ്തകം ഇപ്രകാരം 100 തവണ നമുക്ക് ഒന്ന് വായിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ സന്ദേശം സീറോ മലബാർ സഭയ്ക്ക് അല്ലെങ്കിൽ സുറിയാനി സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, സാർവത്രിക സഭയ്ക്ക് വേണ്ടിയാണ്, ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടിയാണ്, യൂറോപ്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ ഒരു പഠനത്തിന് വേണ്ടിയാണ്. വർത്തമാന പുസ്തകം ആദ്യന്തം അക്ഷരശുദ്ധിയുള്ള വളക്കൂറുള്ള പറമ്പാണ്, മണ്ണാണ്. ഭാഷാ പോഷണമാണ് അതിന്റെ ലക്ഷ്യം. കത്തനാരെ കലാനുവൃത്തിയാക്കുന്ന ദേശീയതയാണ് അവിടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത്. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ വേനലിന്റെ കൊടുമ കഴിഞ്ഞ് മഴയുടെ കുളിർമയിലേക്ക് പ്രവേശിക്കുന്ന വലിയ ഒരു വികാരമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. വാസ്തവത്തില് വർത്തമാന പുസ്തകം വിപ്ലവാത്മകമായ ഒരു ഗ്രന്ഥമാണ്. വിപ്ലവത്തിന്റെ ബീജമാണ് ഗ്രന്ഥകാരന്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അനീതികളോട് സൗമ്യ വാക്കുകളിൽ സംസാരിക്കാൻ അറിയാത്തവനായിരുന്നു ഗ്രന്ഥകർത്താവ്. അരച്ചതുകൊണ്ട് ഇടിക്കരുത് എന്ന ഒരു പഴമൊഴി കേട്ടിട്ടുണ്ട്. ഇരുമ്പ് ചെണ്ടുകൊണ്ട് അടിക്കുന്നത് പോലെയുള്ള ഭാഷാ പ്രയോഗ ശൈലികൾ നിരൂപണ വിവേകത്തോടുകൂടി പ്രൗഢോജ്വലമായ രീതിയിൽ കത്തനാര് ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. വൈകാരിക പ്രാധാന്യമുള്ള പ്രയോഗ ശൈലികളും ഏറെ ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. ഈടുറ്റ ഒരു സഭാ വിജ്ഞാനീയത്തിന്റെ വിജാഗിരിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം തന്റെ ബുദ്ധിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചത്. വർത്തമാന പുസ്തകത്തിലെ പല ചിന്തകളും ചില കാലങ്ങളിൽ നമ്മളുടെ കുടുംബങ്ങളിലും പ്രാർത്ഥനകളിലും വൈദിക സമ്മേളനങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. മാർത്തോമ മാർഗത്തെ ഒറ്റ വാക്യത്തിൽ നമുക്ക് സംഗ്രഹിക്കാവുന്ന ഒരു ചിന്തയാണ് വർത്തമാന പുസ്തകത്തില് ആദ്യന്തമുള്ളത്. അഗാധമായ രീതിയിൽ മതപരവും ഭാരതീയവുമായ ഒരു ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. സഭാ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തകൾ നമ്മൾ കാണുന്നത് അവിടെയാണ്. അക്ഷരാർത്ഥത്തിൽ കത്തനാര് ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു.
ദൈവകൃപയിലുള്ള വലിയ ആശ്രയം എപ്പോഴും ആ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സങ്കടങ്ങളുടെ മനുഷ്യനായിരുന്നു കത്തനാര്. സങ്കടങ്ങളുടെ നിഴലുകളിലാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചത് തന്നെ. ഒരർത്ഥത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും എതിർപ്പുകളും ഒരിക്കലും അദ്ദേഹത്തെ വിട്ടുമാറിയിട്ടില്ല. അതിൽ നിന്ന് അദ്ദേഹവും രക്ഷപ്പെട്ടിരുന്നില്ല. വർത്തമാന പുസ്തകത്തിന്റെ പ്രയോഗ ശൈലികള് പുതുമയും പഴമയും കൂടിച്ചേരുന്ന ഒരു മേളനം പോലെയാണ്. നിശ്ചയ ദാർഢ്യമുള്ളവർക്ക് മാത്രമേ ആ പുസ്തകം വായിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭാരത സുറിയാനി ക്രൈസ്തവരുടെ മതപരവും സാമുദായികവുമായ ചരിത്ര രേഖയാണ് വർത്തമാന പുസ്തകം. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത ശൈലി, ആചാര അനുഷ്ഠാനങ്ങള്, ആരാധനാക്രമ ശൈലികള് എന്നിവയെല്ലാം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം. പ്രാമാണികതയും വൈഷ്ണവതയും നിറഞ്ഞ ഈ ഗ്രന്ഥം ഇതുപോലുള്ള സദസ്സില് ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ ഭാരതത്തിലെ സുറിയാനി ക്രൈസ്തവരെ കുറിച്ച് മാത്രമല്ല, 18ാം നൂറ്റാണ്ടിലെ ബ്രസീൽ, റോം, ജനീവ, ഇറ്റലി, ആഫ്രിക്ക, അവിടുത്തെ അങ്കോള, ഗോവ എന്നീ രാജ്യങ്ങളും പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപിടി കാര്യങ്ങള് നമുക്ക് പഠിച്ച് എടുക്കാനായിട്ട് സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സഞ്ചാരി നദികളാണ്. ചരിത്രവും മാനവികതയും തുളുമ്പി നിൽക്കുന്ന പുസ്തകങ്ങളും അതുപോലെ തന്നെയാണ്. ട്രാവലോഗ് എന്ന പേര് തന്നെ അത്തരത്തിൽ വന്നതാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഒരു യാത്രയുടെ ഭൗതിക വശം വർത്തമാനകാലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ചരിത്രബോധമുള്ള യാത്രകളുടെ മനസ്സ് കാലദേശ സംബന്ധിയായ എല്ലാ അതിർവരമ്പുകളെയും ഉല്ലംഘിക്കുന്നതാണ്. നവമായ കാഴ്ചപ്പാടുകളിലേക്ക് വായനക്കാരെ എത്തിക്കുന്നതാണ്. ഒന്നാം കിട വേദാന്തിയും നിരൂപകനും സാഹിത്യകാരനും തത്വമീമാംസകനും ചരിത്രകാരനുമായിരുന്നു തമാകത്തനാര്. ചരിത്രവും സാഹിത്യവും അദ്ദേഹത്തിൽ ഒരുമിച്ച് വസിച്ചു. ആ സമ്മേളനത്തിൽ സഭാ വിചാരങ്ങള് കരകവിഞ്ഞ് ഒഴുകി. ഇത്രയും ഗദ്യ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു കൃതിയും മലയാള സാഹിത്യത്തിൽ തന്നെ കാണുകയില്ല. ഇത്ര സമൃദ്ധമായ ഭാഷയിൽ എഴുതപ്പെട്ട യാത്രാവിവരണങ്ങള് ഇന്നുവരെയും വരെ നമ്മൾ കണ്ടിട്ടില്ല. ഇതിലെ ഭാഷ പ്രൗഢവും വർണ്ണനങ്ങൾ രസകരവുമാണ്. ദേശീയതയും ഭാഷാസ്നേഹവും തെറ്റിദ്ധരിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഇന്നത്തെ ഭാരതത്തില് വർത്തമാന പുസ്തകത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്തുകൊണ്ടും ആവശ്യമാണെന്ന് ഞാൻ കരുതുകയാണ്. വർത്തമാന പുസ്തകത്തിന്റെ ആദ്യഭാഗം അല്പം ക്ഷമയോടെ നമ്മൾ വായിച്ചാല് പിന്നീടുള്ള ഭാഗം അമൃത പാനമായിരിക്കും. ആ പുസ്തകം മടക്കി വെച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നമുക്ക് ആർക്കും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കത്തനാരുടെ വ്യക്തിപ്രാഭവവും വൈഷ്ണികമായ ആഠ്യതയും പരിഗണനയിലെടുക്കുമ്പോൾ കാലം തെറ്റിപ്പിറന്ന ഒരു ക്രാന്തദർശി എന്ന് മാത്രമേ
അദ്ദേഹത്തെ നമുക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. കേരള സഭാചരിത്രത്തിലെ സുപ്രധാനവും ധീരവും എന്നാൽ പരാജയപ്പെട്ടതുമായ ഒരു കഥയാണത്, വീരകഥയാണത്. മലയാളത്തിന്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ അപ്രതീക്ഷിതമായി സംഭവിച്ച മൽപ്പാന്റെ മരണത്തിൽ ഹൃദയം നൊന്ത് വേദനിച്ച് കഴിയുന്ന കത്തനാരെയാണ് നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നത്. സുറിയാനി സഭയുടെ സങ്കടങ്ങളിലും വേദനകളിലും ഒരു സഭാത്മക ഭ്രാന്തനെ പോലെ ഓടി നടന്ന ഒരു വ്യക്തിയാണ് കത്തനാര്. ഈ സഭയുടെ മേൽ വന്ന പാശ്ചാത്യ സ്വാധീനം എടുത്ത് മാറ്റണമെന്ന് അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ച ഒരു വ്യക്തി, കാട് ഇളക്കിയ ഒരു ഗജവീരനായിട്ട് മാത്രമേ ആ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ചൂടുമുള്ള വാക്കുകളുടെ അളകൾ പൊട്ടി ഒഴുകുന്ന അനുഭവമാണ് വർത്തമാന പുസ്തകത്തിലെ വാക്കുകൾ നമുക്ക് നൽകുന്നത്. സമയ പരിമിതി മൂലം ഞാൻ ഉള്ളൂർ എസ് പരമേശ്വരൻ നായിഡു പറഞ്ഞ ഒരു വാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പരമേശ്വരൻ നായരുടെ വാക്കുകളാണിത്. തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകം ഏത് നിലയ്ക്ക് നോക്കിയാലും കൈരളിക്ക് ഒരു കനകാഭരണമാണ്. ഗ്രന്ഥകാരന്റെ നിരീക്ഷണ പാഠവും ത്യാഗ്യഗ്രാഹ്യ വിവേചന സാമർഥ്യവും വിവരണ വൈദഗ്ധ്യവും ബുദ്ധി സാമർഥ്യവും അതിന്റെ ഉദാഹരണങ്ങളാണ്. സംസ്കൃത പ്രധാനമായ ഒരു ശൈലി അല്ല അദ്ദേഹത്തിൽ ഉള്ളത്. പ്രത്യേക അന്നത്തെ സർക്കാർ എഴുത്തുകളിലും മറ്റും പ്രചുരമായിരുന്ന ഒരുതരം ഭാഷാരീതിയാണ്. യാത്രാ വിവരണത്തിന് ഏറ്റവും യോജിച്ച രീതിയും അതാണ്. ക്രിസ്ത്യാനികളുടെ ആവശ്യത്തെ പ്രായേണ മുൻനിർത്തി രചിച്ചിട്ടുള്ള ഗ്രന്ഥത്തിന് അവരുടെ ഇടയിൽ മാത്രം നടപ്പുള്ള വാക്കുകൾ അങ്ങായി കാണാം എങ്കിലും അവയ്ക്കും സന്നിവേശ വിശേഷം കൊണ്ട് ഒരു വക സൗന്ദര്യമാണ് ലഭിച്ചിരിക്കുന്നത്. ആകെക്കൂടി മലയാള ഭാഷയിലെ ആകർഷകമായ ഒരു ഗദ്യ ഗ്രന്ഥം എന്നതിന് പുറമെ അക്കാലത്തെ ദേശചരിത്രം, സമുദായ ചരിത്രം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചുള്ള വിജ്ഞാന ഭണ്ഡാകാരം എന്ന നിലയിലും വർത്തമാന പുസ്തകം നമ്മളുടെ സമഗ്രമായ ശ്ലാഘയെ അർഹിക്കുന്നു. ഏറ്റവും വലിയ സാഹിത്യകാരൻ എഴുതിയ നിരൂപണമാണിത്. ഞാനിവിടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് വളരെ സാഹിത്യപരമായിട്ടും ചരിത്രപരമായിട്ടും ദേശീയ ബോധത്തോടുകൂടിയും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുമെല്ലാം സംസാരിക്കാൻ കെൽപ്പുള്ള 4 ഏറ്റവും തിളങ്ങി നിൽക്കുന്ന വ്യക്തികളാണ് നമ്മുടെ സ്റ്റേജിലുള്ളത്. അവരെല്ലാം ഇവിടെ വിളിച്ചു കൂട്ടിയ ഡിയാരിസിനെയും കൊച്ചിനെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് പെരുമ്പടവം ശ്രീധരൻ സാറിനെ പോലെയും കുനമാക്കൽ തോമാക്കത്തനാരെ പോലെയുമുള്ള ആളുകളുടെ സാന്നിധ്യം ഈ സദസ്സിന് സത്യസന്ധമായ ഒരു മിഴിവ് നൽകുമെന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. സാഹിത്യ ലോകത്തെക്കുറിച്ചും അതുപോലെ തന്നെ വേദപുസ്തകത്തെക്കുറിച്ചും എല്ലാം നല്ല ആഴമുള്ള അറിവും പരിചയവുമുള്ള വ്യക്തി എന്നതിനേക്കാൾ ശ്രീധരൻ സാറ് നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ രൂപതക്കാരനാണ്. നമ്മുടെ രൂപതയുടെ എല്ലാ കാര്യങ്ങളോടും വളരെയേറെ അടുത്ത് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നിരൂപണങ്ങള് തീർച്ചയായിട്ടും ഒരു പടി കൂടെ മുമ്പോട്ട് പോകാനായിട്ട് നമ്മെ തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റ് 4 പ്രഗത്ഭരായ വ്യക്തികളും കുനമാക്കൽ തോമാക്കത്തനാരച്ചനും ഒക്കെ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്.
സിറോ മലബാർ സഭയിലെ വൈദിക സമൂഹത്തിൽ തന്നെ പാലാരൂപതയിലെ മാത്രമല്ല, അദ്ദേഹത്തിന് അല്പം അനാരോഗ്യമുണ്ടെങ്കിലും ഈ സദസ്സിൽ അദ്ദേഹം സന്നിഹിതനായിരിക്കുന്നു എന്ന് കാണുന്നതിലുള്ള വലിയ സന്തോഷവും ഞാനിവിടെ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. നമ്മുടെ രൂപത ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയും ഒരു പുസ്തകവുമാണിത്. ഇത് വലിയൊരു പ്രസ്ഥാനമാണ്. നമ്മളുടെ സഭയുടെ സമഗ്രമായ ഒരു കൂടിവരവാണ് ആ പുസ്തകത്തിന്റെ കാതൽ. ആ കാതലിലേക്ക് വേണ്ട രീതിയിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കാതെ പോയത് നിർഭാഗ്യകരമാണ്. എങ്കിലും അതെല്ലാം തുടച്ച് മാറ്റി നല്ല വിവേകത്തോടുകൂടി നമുക്ക് ആ പുസ്തകത്തെ കാണാനും വിലയിരുത്തുവാനും നമ്മളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ട് അത് കരുതാനുമെല്ലാം ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.